ടോക്ക് വിത്ത് ഗ്രാമികയുടെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷത്തിലധികം രുചിപ്പെരുമയുള്ള തലശ്ശേരി മോഡേൺ ഹോട്ടൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും. ആ ഹോട്ടലിന്റെ മാനേജിംഗ് ഡയറക്ടർ അക്ഷയെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 2 years വർക്ക് ചെയ്തു. അതിനുശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു ഫീൽഡിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി കോവിഡ് ടൈമിലാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ 2015 അങ്ങനെ ബാംഗ്ലൂർ പോയി. 2019 എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ 2 years അവിടെ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ മോഡേൺ ഹോട്ടൽ ഇവിടെ നാട്ടില് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത്. നാട്ടിൽ ലീവിന് വരുമ്പോഴൊക്കെ ഇവിടെ ഹോട്ടൽ വരും, കുറച്ചു നേരം കൗണ്ടറിൽ വെക്കും. അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ എനിക്ക് അപ്പൊ ഹോട്ടലായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. അപ്പം അങ്ങനെ കോവിഡ് വന്നപ്പോ അങ്ങനെ നമ്മളെ നാട്ടിൽ വരേണ്ട വന്നല്ലോ. അപ്പൊ ആ സമയത്ത് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിരുന്നു, വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഹോട്ടൽ അപ്പം ക്ലോസ് ചെയ്ത സമയമായിരുന്നു. കോവിഡ് ടൈം ആയതുകൊണ്ട് ലോക്ക്ഡൌൺ ടൈം അല്ലേ. അപ്പം ഒരു ദിവസം അങ്ങനെ ലോക്ക്ഡൌൺ റിലീസ് ചെയ്തപ്പോ അച്ഛൻ്റെ അനിയൻ പറഞ്ഞു, നമുക്കൊരിക്കലും ഹോട്ടലിൽ പോയി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ വെറുതെ ഇരിക്കുന്ന ആ സമയത്ത്. അപ്പൊ പറഞ്ഞു ഓക്കെ എന്നാ ശരി നമുക്ക് പോവാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ ഹോട്ടലിലേക്ക് പോയി. ഫുൾ മാറാലൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. ഭയങ്കര, അതായത് ഒരു 2 മാസമൊക്കെ പൂട്ടിയിട്ടാൽ എങ്ങനെയുണ്ട ഒരു സ്ഥാപനം. അപ്പൊ അത് കഴിഞ്ഞ് അതൊക്കെ വൃത്തിയാക്കാൻ പോയി തുടങ്ങി. അന്നൊരു ദിവസം പോയി, നെക്സ്റ്റ് ഡേ പോയി, അതിന്റെ അടുത്ത ദിവസം പോയി, പിന്നെ ആഴ്ചകൾ പോയി, മാസങ്ങൾ പോയി. പിന്നെ അങ്ങനെ എന്റെ വർക്ക് മൈൻഡ് സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലോ. പിന്നെ അതിനുശേഷം എന്റെ അച്ഛന്റെ അനിയന് മരണപ്പെടുകയുണ്ടായി. അവർക്ക് ലിവറിന്റെ ഒരു ക്യാൻസർ വന്നിട്ട് അങ്ങനെ അവർ മരിക്കുകയുണ്ടായി. സോ അതിനുശേഷം എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അതായത് ഒന്നിക്കൽ ബാംഗ്ലൂരിൽ പോയി എഞ്ചിനീയറിംഗ് ലൈഫ് പെർസ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്നിട്ട് ഫാമിലിന്റെ ഇത് നോക്കണം. ബിക്കോസ് 2 ഫാമിലിയാണ് ഈ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളത്. എന്ന് എന്റെ ഫാമിലിയും എന്റെ അച്ഛൻ്റെ അനിയന്റെ ഫാമിലിയും. നമ്മളെ ഏക വരുമാന മാർഗം എന്ന് വെച്ചാൽ ഈ ഒരു ഹോട്ടലാണ്. അപ്പൊ അതൊരു സർവൈവലിലാണ് ഞാൻ തുടങ്ങിയത്. ബിക്കോസ് ഈ ഒരു 2 ഫാമിലി നോക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വന്നപ്പോ എനിക്ക് എഞ്ചിനീയറിംഗില് പെർസ്യൂ ചെയ്യുന്ന എനിക്ക് അത് ഇത്ര സക്സസ്ഫുൾ, അതായത് ഈ 2 ഫാമിലി നോക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഇത് ഒരു റിസ്ക് എടുത്തു ഇങ്ങനെ നോക്കാന്ന് വിചാരിച്ചു. ഇത്രയും ചെറിയ ഏജിൽ മോഡേൺ ഹോട്ടലിന്റെ ഓണറായി മാറിയത് എങ്ങനെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി? ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കോവിഡ് ടൈമിൽ തന്നെ വന്നോണ്ട് എനിക്ക് അതിന്റെ ബാർ ബോട്ടം കാണാൻ പറ്റി. അതായത് നമ്മൾ കോവിഡ് ടൈമിൽ ആദ്യം പാർസൽ മാത്രമായിട്ട് കൊടുത്തത്. അങ്ങനെയല്ലേ ലോക്ക്ഡൌൺ റിലീസ് ആയത്. ഹോട്ടലിൽ ആദ്യം പാർസൽ മാത്രം കൊടുക്കാം, പിന്നെ 10 പേർക്ക് കൊടുക്കാം, 20 പേർക്ക് ഇരുന്ന് കഴിക്കാം. അങ്ങനെയൊക്കെ ഓരോരോ സെറ്റിംഗിലായിരുന്നു. നമുക്ക് അതിന്റെ ചെറിയ കാൽക്കുലേഷൻ വരെ മനസ്സിലായതുകൊണ്ട് അപ്പോ പിന്നെ സ്കെയിലപ്പ് ചെയ്യുന്നതിന് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ എല്ലാം പറഞ്ഞു തരാൻ ഒരു പരിധി വരെ എന്റെ അച്ഛന്റെ അനിയൻ ഉണ്ടായിരുന്നു, ബാബോട്ട് എന്ന് പറഞ്ഞ. അവരാണ് ഈ ഫീൽഡിലേക്ക് എന്റെ ഒരു മെന്റർ. എന്നെ ഇപ്പം ഒരു നിലയിലാക്കി തന്നത് അവരാണ്. അവരൊരു വലിയ പങ്ക് അതിലുണ്ട്. പിന്നെ വെച്ചാല് സ്റ്റാഫ് ഒരുപാട് നമുക്ക് സപ്പോർട്ടായി തന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഏതൊരു ഫീൽഡിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 40 years എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് നമുക്ക് ഹോട്ടലിലുണ്ട്. എന്നുവെച്ചാല് ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടും അവർ ചെയ്യുന്ന കണ്ടിട്ടൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തത്. ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം ഞാനൊരു പുതിയൊരാളാണ് ഈ ഒരു ഫീൽഡിലേക്ക്. കാരണം അവരെന്നെ അക്സെപ്റ്റ് ചെയ്യണം. അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന വെച്ചാല് അവരെന്നെ പലപ്പോഴും കണ്ടൊരു പരിചയം അങ്ങനെ മാത്രമല്ലേ ഉള്ളൂ. അതായത് ഞാനിനി അവരെ എന്തായാലും കൂടെ നിൽക്കുന്ന ഒരാളാണെന്ന് അവർ മനസ്സിലാക്കി, അവരെന്നെയും മനസ്സിലാക്കി ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് കഴിച്ചവരൊക്കെ ഇപ്പോഴും അവിടെ വന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ സെയിം ടേസ്റ്റ് ആണ് അവിടെ ഉള്ളതെന്ന്. എങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മള് എല്ലാം മസാല ആയിക്കോട്ടെ എന്ത് സാധനം ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഇൻഹൗസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒരു ചിക്കൻ മസാല, ഒരു ഫിഷ് മസാല, എന്ത് സാധനം ആയിക്കോട്ടെ ഒക്കെ നമ്മൾ തന്നെ വറുത്ത് പൊടിച്ചും അല്ല സ്വന്തം നമുക്ക് തന്നെ അതിന്റെ ഗ്രൈൻഡറും ബ്ലെൻഡറും കാര്യമൊക്കെ ഉണ്ട്. നമ്മള് ടെക്നോളജി കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ടെക്നോളജി ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയിരുന്നു. പണ്ട് നമ്മള് അമ്മിയിലൊക്കെ ആയിരുന്നു അരച്ചിരുന്നത്. ഇപ്പം ബ്ലെൻഡർ ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സെയിം ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകാൻ പറ്റുന്നത്. പിന്നെ എന്ത് ഐറ്റവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏത് ഒരു മസാല പാക്കറ്റ് പൊടി, ആ പാക്കറ്റ് പൊടി നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മിക്സ് ചെയ്യുക, അതിന്റെ ക്വാളിറ്റി മാറും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റും അതിന്റെ ക്വാളിറ്റിയും മാറാൻ സാധ്യതയുണ്ട്. നമുക്ക് തന്നെ ഇൻഹൗസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി മാറുന്നുണ്ടോ ഇല്ലയോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കുരുമുളകോ അതൊക്കെ നമുക്ക് കുരുമുളക് മണി നമ്മളെ അതിന്റെ കൈ പിടിച്ചാൽ അറിയാമോ ഓക്കെ ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് ആണ്. ഇത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചയക്കാം, വേറെ സാധനം കൊണ്ടുവരിപ്പിക്കാം. പക്ഷെ നേരെ വെച്ച് മസാല പൊടിയായിട്ട് വാങ്ങിക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത് ചേർക്കല്ലാണ്ട്. സോ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിൽ കൊണ്ടുവരും. ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തന്നെ നമ്മള് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്, അതെ അതെ അതെ, അത് തന്നെ നമ്മള് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കും. അങ്ങനെയാണ് ആ ഒരു, അത് ഒരുപാട്, അതായത് ഒന്ന് രുചിക്കൂട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വൃത്തിയാണ് കംപ്ലീറ്റ്. നമ്മള് ഹൈജീൻ ആയിട്ടും നല്ല ഇപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതാണെങ്കിൽ ടേസ്റ്റ് ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്ന് വെച്ചാല് നമ്മള് വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കിച്ചണും ഒക്കെ നല്ല ക്ലീനും ടൈഡിയും ആണെങ്കിൽ, യൂസ് ചെയ്യുന്ന നല്ല വെള്ളമാണെങ്കിൽ താനെ അത് നല്ല ഭംഗിയായിട്ട് ഡിഷസ് വരാറുണ്ട്. നമ്മള് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കിണറുണ്ട് ഹോട്ടലിന്റെ അകത്ത് തന്നെ ആയിട്ട് ഒരു കിണർ. ഹോട്ടൽ നമുക്കും ജയഭാരതിക്കും മാത്രമേ നമ്മൾ അതിൽ വെള്ളം എടുക്കാറുള്ളൂ. നമ്മുടെ ഹോട്ടലിൽ നടക്കാനാണ് വരിക. അപ്പൊ അതിനകത്തുള്ള വെള്ളം ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്ന് വെച്ചാല് ഇവിടെ തലശ്ശേരി കടലിന്റെ തൊട്ട് അടുത്താണ് നമ്മൾ ഹോട്ടലിൽ വരിക. പക്ഷെ എന്നിട്ടും അതിന്റെ ഒരു ഉപ്പിന്റെ അംശമോ അങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ പ്രശ്നമോ ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു ഭയങ്കര സംഭവമാണ് ആ ഒരു കിണർ. അപ്പൊ അതിൻ്റെ അകത്തുള്ള വെള്ളം, നമ്മുടെ ഹോട്ടലിലെ വെള്ളത്തിനെ കൊണ്ട് ആൾക്കാർ എപ്പം പറയുന്നതൊക്കെ, ഞാൻ ഈ ഹോട്ടലിൽ വരുന്നതിന് മുന്നേ പറയുന്ന കേൾക്കുന്ന കേട്ടോ, നിങ്ങളെ ഹോട്ടലിലെ വെള്ളം കുടിച്ചാൽ മതി, ഭയങ്കര ദാഹം മാറും, ഭയങ്കര വെള്ളത്തിന് ഒരു ടേസ്റ്റാന്നൊക്കെ ഉള്ള പറയുന്നതൊക്കെ. സോ ആ ഒരു കിണറിന്ന് എടുക്കുന്ന വെള്ളമാണ്, ആ വെള്ളം തന്നെയാണ് നമ്മൾ ഈ പാചകത്തിന് യൂസ് ചെയ്യുന്നത്. സോ അതാണ് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ സ്റ്റാഫും, നമ്മളെ വെക്കുന്ന സ്റ്റാഫൊക്കെ എല്ലാം അറൌണ്ട് 10 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഓരോ വാക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്, എല്ലാം ഒരാൾ ചെയ്യുന്ന പോലെയല്ല, അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് റൺ ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടാവും, ആ ടൈമിൽ കറക്റ്റ് ചെയ്യാം. അപ്പം അവർക്കറിയാം ഇത്ര സാധനത്തിൽ ഇത്ര വേണം എന്നുള്ളതൊക്കെ അവർക്ക് അറിയുന്നതുകൊണ്ട് അങ്ങനെ ആണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഒക്കെ ഉള്ള ഈ ഒരു കാലത്ത്, അതായത് ഇത്രയും കോമ്പറ്റേറ്റേഴ്സ് ഉള്ള കാലത്ത് എങ്ങനെയാണ് ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു പോകുന്നത്? അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെയാണ്. ജനങ്ങള് ഞാൻ എന്റെ ചെറിയ വയസ്സിൽ, ഞാൻ ഇടയ്ക്ക് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അതിന്റെ അടുത്തുള്ള സ്കൂൾ, ഗുണ്ടഡ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളാണ് പഠിച്ചത്. അപ്പൊ ഈ ഹാഫ് ഡേ എക്സാംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഹാഫ് ഡേ എക്സാംസ് ഒക്കെ ഉള്ള സമയത്ത് എന്നെ അവിടെ പിടിച്ച് നിർത്തും, കൗണ്ടറിന്റെ സൈഡിൽ ഇങ്ങനെ വെറുതെ നോക്കുന്ന പോലെ നിർത്തും. കാരണം അച്ഛൻ വൈകുന്നേരം വീട്ടിലേക്ക് പോകും, അപ്പൊ എന്നെ കൂട്ടിയിട്ട് പോകും. അപ്പൊ അതൊരാടെ ഇങ്ങനെ നിർത്തും. അപ്പോ ആ ഒരു സമയത്ത് ഒരു മുകുന്ദേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ മൂപ്പര് അത് ഒരു ടയർ ഷോപ്പ്, അവിടെ വരുന്ന കസ്റ്റമറാണ് ടയർ ഷോപ്പില്. അവിടെ വെച്ചാല് ഞാൻ ആ ടൈമിൽ കാണാൻ തുടങ്ങി. മൂപ്പര് കറക്റ്റ് സമയം അവിടെ വരും, ഊണ് കഴിച്ചിട്ട് പോകും. അയാൾ ഇന്നലെയും കൂടെ അവിടെ വന്ന് ഊണ് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അതായത് ജനങ്ങളെ നമ്മൾ അത്ര ആക്സെപ്റ്റ് ചെയ്ത് എന്നുള്ളൊരു ഇതാണ്. കാരണം അവർ കഴിച്ചിട്ട് അവർക്ക് വയറിന് യാതൊരു കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്, അവർ കൊടുക്കുന്ന ക്വാളിറ്റി. ഇതുവരെ ഫുഡ് കഴിച്ചിട്ട്, അതായത് പിന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു വയറ് നിറഞ്ഞ ഒരു ഫീലാണ് എപ്പോഴും കിട്ടുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് അതായത് അവർക്ക് ഓക്കെയാണ്, ഹാപ്പിയാണ് അവർ വന്ന് കഴിക്കുന്നതില് ഒന്നും. കാരണം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് പറയാറുണ്ട്. അതായത് അവര് വീട് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ കഴിക്കാറ്. കാരണം ഡെയിലി കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഏതാണ്ട് ഒരു 70% ഡെയിലി കസ്റ്റമേഴ്സ് ആണ്. ഐ തിങ്ക് സോ 70% ഞാൻ സ്ഥിരം കാണുന്ന മുഖം പരിചയമുള്ള ആൾക്കാരാണ് 70% ആൾക്കാർ വന്നിട്ട് പോകുന്നത്. അപ്പോ ഈ ഫുഡിന് നിങ്ങൾ നേരത്തെ ചോദിച്ചു ഒരു ചെറിയ ക്വാളിറ്റിയിലൊന്നും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഇവർ വന്നിട്ട് പറയും. ഈ ഡെയിലി കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മളൊരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, അതായത് ഇവിടുന്ന് കഴിച്ചാൽ ഇങ്ങനെ ആയിരിക്കുന്നു. അവർക്ക് സംതിങ് ക്യാൻ ഗോ റോങ്. അത് നമുക്ക് എപ്പോ എല്ലാ പ്രാവശ്യവും നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല.
ചിലപ്പോ എന്തെങ്കിലും ഒരു തേങ്ങന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് എല്ലാം ആകുമ്പോൾ ഈ കസ്റ്റമേഴ്സ് തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, സ്വകാര്യം പറയും, ഇത് നോക്കണേ, ഇത് പ്രശ്നം ഉണ്ടെന്ന് പറയും. അപ്പോ ആ കസ്റ്റമറിന്റെ ഒരു കാര്യം ഭയങ്കരമാണ്. കാരണം അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സക്സസ്ഫുൾനെസിന്റെ കാര്യം. 1926 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടൽ 100 വർഷം തികഞ്ഞു. അപ്പൊ ആ ഒരു 100ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഫ്രീ ഫുഡ് കൊടുത്തു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് നമ്മള് ഈ 100 വർഷം എന്നുള്ളത് എന്റെ അച്ഛന്റെ അനിയനില്ലേ ബാബുട്ട് എന്ന് പറഞ്ഞ, അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അവരെ ഒരിക്കലും നമ്മളിങ്ങനെ, ഇവർക്ക് അസുഖം ഈ ക്യാൻസറുള്ള സമയത്തൊക്കെ ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ കൂടെ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് 2026 നമ്മളെ 100ാം വർഷമല്ലേ. അപ്പൊ അവർക്കത് ഭയങ്കര ഒരു എന്തൂസിയാസ്റ്റ്, ഒരുപാട്. അപ്പം ആ ഒരു സമയത്ത് അവർ പറഞ്ഞാണ് ഈ 100 വർഷത്തിന്റെ സമയത്ത് നമുക്ക് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണം. ഇതിനു മുന്നേ ഒരിക്കലും ചെയ്തായിരുന്നു. ചില ആൾക്കാർ സാധാ പോലെ വന്നു, ഭക്ഷണം കഴിച്ചു, പൈസ എടുക്കാൻ പോകുമ്പോ ഇവരെ ഫോട്ടോ, ഇവർക്കെല്ലാം ഒരുപാട് കണക്ഷൻസ്, അതായത് ഒരുപാട് വർഷത്തിലാണ് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്കെല്ലാം എന്താ ഉണ്ടാവും. എല്ലാ സ്റ്റാഫുകളും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അന്ന് സ്റ്റാഫിനെ കൊണ്ട് പറയുകയാണെങ്കിൽ അന്ന് ആരും പൈസ വാങ്ങിച്ചിട്ടില്ല സ്റ്റാഫ് ഒരാളും. അതായത് അന്ന് രാവിലെ തൊട്ട് നമുക്ക് വർക്കായിരുന്നു. കാരണം അന്ന് നമ്മൾ ഏതാണ്ട് 2000+ ആൾക്കാർക്ക് ഫുഡ് കൊടുത്തായിരുന്നു. അപ്പം അന്ന് രാവിലെ വർക്കണം. നമ്മൾ സാധാരണ എനിക്ക് വരുന്നതിനെക്കാട്ടും മുന്നേ എല്ലാവരും വന്നു. ഒരുപാട് ജോലിയും കാര്യം ഉണ്ടായിരുന്നു. ആരും പൈസ വാങ്ങിച്ചിട്ടില്ല. ഇന്നത്തെ വേണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോവാ ചെയ്തത്. അതെ. അപ്പം അങ്ങനെയായിരുന്നു 100 വർഷത്തെ ഒരു കാര്യം. ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹാഫ് മീൽസ് കൊടുക്കാറുണ്ടെന്ന്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഹാഫ് മീൽസ് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികള് ഫുൾ കുറെ ജങ്ക് ഫുഡ് കഴിച്ചിട്ട്, എന്റെ കുറച്ച് അറിയുന്ന ടീച്ചേഴ്സ് ഉണ്ട് BMB സ്കൂളില്, പിന്നെ സെന്റ് ജോസഫ് ബ്രണ്ടൻ, അവരൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട് പിള്ളേരെ പുറത്ത് വിട്ട് ഭക്ഷണം കഴിക്കാൻ വിട്ടാല് അവര് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വയറുവേദന പറഞ്ഞിട്ട് 3 മണിക്ക് പോകുന്നതാണ്. കാരണം എല്ലാ പിള്ളേരും എന്താ പറയാ ചെറിയ പൊറോട്ട, പഫ്സ്, ബർഗർ, പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നിൽക്കും. 2 ദിവസം കഴിക്കും, പിന്നെ അടുത്ത ദിവസം ലീവായി പോകും പിള്ളേർ. സോ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹാഫ് മീൽസ് എന്ന് പറഞ്ഞത് സംഭവം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് മുന്നേ ഉണ്ടായിരുന്നു ഒരു കാലത്ത് വെച്ചാല് ഈ സ്കൂളിൽ പിള്ളേർ എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് പുറത്ത് തന്നെയാ വിടുക. ഇപ്പം വലിയ പ്രശ്നങ്ങളൊക്കെ അറിയാലോ, അതായത് സ്കൂൾ കുട്ടികളെ പുറത്ത് വിട്ടാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് അങ്ങനെ വിടാറില്ല. കുറച്ച് വെള്ളിയാഴ്ചയൊക്കെ വെള്ളിയാഴ്ച ഇവർക്ക് ജുമാന്റെ സമയമുള്ളപ്പം അവർ ഇങ്ങോട്ടേക്ക് പുറത്തു വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ സ്കൂൾ കുട്ടികളൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അവർക്കത് ഇഷ്ടമാണ്. എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് ഹോട്ടൽ മേഖല ചൂസ് ചെയ്തു. എന്തായിരുന്നു അതിനുള്ള ഒരു കാരണം? അതിന്റെ ഒരു കാരണം സർവൈവലാണ്. കാരണം എഞ്ചിനീയറിംഗ് ജോലി വെച്ചിട്ട് എനിക്ക് ഒരു ഫാമിലിനെ നോക്കി കൊണ്ടുപോകാൻ പറ്റും. ബട്ട് 2 ഫാമിലിയാണ് അപ്പൊ എന്റെ മുമ്പിലുള്ളത്. ഒന്ന് എന്റെ ഫാമിലി, എന്റെ അച്ഛൻ, അമ്മ, ഏച്ചി, ഞാൻ, പിന്നെ എന്റെ അച്ഛന്റെ അനിയന്റെ ഫാമിലി, അവരുടെ വൈഫും 2 മക്കളും. അപ്പം എനിക്ക് ഒരിക്കലും ആ ഒരു എഞ്ചിനീയറിംഗ് ജോലിക്ക് വേണ്ടി 2 ഫാമിലിനെ സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ബിസിനസ്സാണ്. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ഫീൽഡാണ്, ബട്ട് റിസ്ക് ആണെന്നറിയാം. റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടും പണ്ടേ കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ട്. അതായത് എഞ്ചിനീയറിംഗ് തന്നെ കുറച്ച് ടഫുള്ള ഫീൽഡ് എടുത്തു. സോ എനിക്ക് ഓക്കെ, റിസ്ക് എടുക്കാൻ എനിക്ക് ഇഷ്ടം. അപ്പോ ഔട്ട് ഓഫ് ഒരു വൺ ഐ ഡിസിഷൻ ആയിരുന്നു അത്. അതായത് ഇത് ചെയ്താലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യം നമ്മൾ സർവൈവലിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മള് മാക്സിമം അതിലേക്ക് കൊടുക്കും. ഏത് കാര്യമായിക്കോട്ടെ, അതായത് നമ്മൾ ഉറക്കം നോക്കൂല, കാര്യം നോക്കൂല, ഒന്നും ഇല്ലാണ്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും. സോ അങ്ങനെ ആണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഒന്ന് അറ്റാച്ച്മെന്റും കൂടിയുണ്ട്. അതായത് ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്റെ അച്ചാച്ചന്റെ കൈ പിടിച്ച് ഹോട്ടലിലേക്ക് വരാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, എക്സാം ടൈമിലൊക്കെ അച്ചാച്ചനെയാണ് കൂട്ടിക്കൊണ്ടുപോവുക. കൈ പിടിച്ച അച്ചാച്ചൻ, അപ്പൊ പ്രായമുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഒന്ന് കയ്യിലും പിടിച്ചിട്ട് താല്പര്യം. അതായത് വെറുതെ ഞാൻ ടൗണിലേക്കെല്ലാം പോകുമ്പോ, അതായത് എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അച്ചാച്ചൻ ടൗണിലേക്ക് ഇറക്കി അച്ചാച്ചനെ കൈ പിടിച്ച് ഹോട്ടലിൽ കയറ്റി കൊടുത്ത് എന്നിട്ട് പോകും.
അപ്പൊ അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെന്റ്. പിന്നെ അച്ചാച്ചന്റെ പേര് എന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ. അച്ചാച്ചന്റെ കൊച്ചുമോൻ പേരക്കുട്ടികളും പറയും, അത് ഭയങ്കര ഒരു ഇതാണ്. തലശ്ശേരിയിൽ ഇപ്പൊ ഏതോ ഷോപ്പുണ്ട്, ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ മോഡേൺ ദാമോട്ടന്റെ നല്ല ഓവർ കേൾക്കുമ്പോൾ തന്നെ അതായത് ആ ഒരു ഇത് മാറി, ആ ഒരു ഭയങ്കര ഇതാണ്. അതായത് ഒരു തൊഴിലാളിയായിട്ടാണ് അച്ഛൻ ഹോട്ടലിലേക്ക് കയറി വരുന്നത്. ഹോട്ടലിലേക്ക് കയറി വന്നു. അപ്പം അതിനുശേഷം അച്ചാച്ചൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ കണ്ടെടുത്തോളൂ, കാരണം 80-ാം വയസ്സിൽ വരെ 80-82 വയസ്സ് വരെ അച്ചാച്ചൻ അവിടെ പോയി ഫുഡ് വിളമ്പുമായിരുന്നു. അതായത് ചോറ് ഇങ്ങനെ ചൂടുള്ള ചോറിന് ചെമ്പ് അച്ചാച്ചൻ വിളമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ചെറിയ ഏജിൽ നമുക്ക് ആലോചിക്കുമല്ലോ എത്ര എന്തുവിശ്വാസിയൊക്കെ ആയിരിക്കും. സോ അപ്പൊ അച്ചാച്ചൻ തന്നെ പോയി മാർക്കറ്റിൽ പോയി നല്ല ഫ്രഷ് മീനും പച്ചക്കറിയും സാധനവും ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു ടൈമില് അതായത് ജനങ്ങൾക്ക് മനസ്സിലായി മോഡേൺലി യൂസ് ചെയ്യുന്ന സാധനം ടോപ്പ് ക്വാളിറ്റി ആണ്. അപ്പൊ ആ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് എങ്ങനെയാണോ ആൾക്കാർ വരുന്നത്, അതായത് ഇതെന്താണ് അവിടുത്തെ ഊണൊന്ന് കഴിച്ചു നോക്കണല്ലോ, ആ ഒരു ആ ക്യൂരിയോസിറ്റിയിലാണ് അച്ഛൻ ആ ബിസിനസ് കൊണ്ടുവന്നത്. അപ്പൊ ജനങ്ങൾ വന്നു, കഴിച്ചു, മനസ്സിലായി നല്ല ഫുഡാണ് കൊടുക്കാൻ പറ്റുന്ന അവർ മനസ്സിലാക്കിയപ്പോ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതങ്ങനെ അങ്ങ് ഫ്ലറിഷ് ആയി പോയി. സോ അപ്പൊ ഈ ഒരു ഫീൽഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഒന്ന് അച്ചാച്ചന്റെ ആ ഒരു അറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ പണ്ടെല്ലാവരും നിന്നും ഒരേ വീട്ടിലാണ്, അതായത് ഒരു 10-16 പേര്. അതിനുശേഷം മെല്ലെ മെല്ലെ ഓരോ ആൾക്കാർ വേറെ വീടെടുത്ത് മാറിയതാണ്. അപ്പൊ ആ ഒരു ടൈമില് നമ്മള് ഞായറാഴ്ച ഇടയ്ക്ക് ലീവ് ഉണ്ടാവും. പണ്ടൊക്കെ ഹോട്ടൽ ഞായറാഴ്ച എപ്പോഴും ലീവ് ഉണ്ടാവും, എപ്പോഴും വൺസ് ഇൻ എ മന്ത് ഞായറാഴ്ച ലീവ് ആയിരിക്കും. അപ്പൊ അച്ചാച്ചൻ ഇങ്ങനെ സെന്ററിൽ ഇരുന്നിട്ട് നമ്മളെല്ലാ കുട്ടികളും ഉണ്ടാവും, ഒരു ഏതാണ്ട് 8-10 കുട്ടികളുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അതൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോ എനിക്ക് അതൊക്കെ മിസ്സായിരുന്നു. സോ അപ്പോ ഇത് എന്താ പറയാ ഒരു പ്രതിസന്ധിയിലാണ് ഹോട്ടലിൽ നിന്ന് കണ്ടപ്പോ എനിക്ക് അങ്ങനെ അത് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. സോ ഞാൻ വിചാരിച്ചു ജോലി ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് മാറാന്ന് വിചാരിച്ചു. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ അത് ഭയങ്കര എന്താ പറയാ, ഡെയിലി 1 മണിക്കൂറൊക്കെ ഇറങ്ങിയിട്ട്. അതെ അച്ഛന്റെ ബ്രദർ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഫീൽഡിലേക്ക് ഇങ്ങോട്ട് ഒരു പോലെ വന്നത്. ദൈവം സഹായിച്ചിട്ട് ഇപ്പൊ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോ ഈവനിങ് ആയിട്ടുള്ള മെനു കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. അപ്പൊ ജനങ്ങൾക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോ അടുത്ത് ഒരു 2 വർഷം ആ ടൈം ആയിട്ടേ ഉള്ളൂ. 5 to 9:30 ഇല്ല, 9 മണി വരെ ഉള്ളൂ. 9 മണി വരെയാണ് നമ്മൾ ഈ വൈകിട്ടുള്ള കാര്യങ്ങൾ. പണ്ട് ചോറ് കൊടുത്തായിരുന്നു രാത്രി, ഒരു 7:30 to 9 മണി വരെയൊക്കെ പണ്ട് ചോറ് കൊടുത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ ചോറ് അങ്ങനെ രാത്രി കഴിക്കാറില്ലല്ലോ, കാരണം എല്ലാവർക്കും അറിയാലോ ഡയബറ്റിക്കും കാര്യവും അതൊക്കെ ഉള്ളതുകൊണ്ട്. നമ്മളടുത്ത് ചപ്പാത്തി ഉണ്ട്, പൂരി ഉണ്ട്, പുട്ട്, പൊറോട്ട, അങ്ങനത്തെ ഓരോരോ ഐറ്റംസ്. പിന്നെ ഓരോരോ ചിക്കൻ കറി, മട്ടൺ സ്റ്റൂ, അങ്ങനെ നാടൻ കറികൾ. ഫുൾ നാടനാണ്, അതായത് ചൈനീസും കാര്യം ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഇനി ആഡ് ചെയ്യത്തുമില്ല. ഇത് തന്നെയാണ് നാടനായിട്ട് കൊണ്ടുപോവുക. നാടനാണ് നാവിന് നല്ലതെന്ന് അറിയില്ല. അപ്പോ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോവാ. ഞാൻ കണ്ടിട്ടുണ്ട് തലശ്ശേരി വരുന്ന സമയത്ത് ഹോട്ടലിന്റെ മുന്നിൽ എപ്പോഴും ഭയങ്കര ക്യൂ ആയിരിക്കും. അങ്ങനെ ക്യൂ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന സമയം ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നമ്മളെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് 12 to 4 ആണ്. അതായത് ഊണിന്റെ സമയം, ലഞ്ച് ടൈമും ടീ ടൈമും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. 4 മണി വരെ ഊണ് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 4 to 5 ബ്രേക്ക് ആണ്, ക്ലീനിങ്ങും സ്റ്റാഫിന് റെസ്റ്റും അതെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത ടൈമാണ് 5 to 9. ഈ തിരക്കില്ലാണ്ടെന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാല് ഈ ഒരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഏതാണ്ടൊക്കെ ഫുൾ ആവും കംപ്ലീറ്റ്, മുകളിലും താഴെയൊക്കെ ആയിട്ട്. നമുക്ക് ഫുൾ മുകളിലും ഡൈനിങ് ഉണ്ട്, താഴെ ഒരു വലിയ 3 ഹോളും മുകളിലൊരു ഹോളുമാണ്. അപ്പൊ ഏതാണ്ട് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഒട്ടുമിക്കൊക്കെ ഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ തിരക്ക് അത് കാണാം. ഏതാണ്ട് 1:30 ആകുമ്പോ, അതായത് കഴിക്കുന്ന ആൾക്കാരുടെ ബാക്കിൽ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഇത് കാണാം. ആ ഒരു ഇത് ആൾക്കാർ പറയാറുണ്ടാ, ഇത് കല്യാണം ഇപ്പൊ പുതിയതായിട്ട് വന്ന ഒരാള് ഇപ്പൊ ഹോട്ടലിനെ കൊണ്ട് അറിയാത്ത ആളുമായിട്ട് വരുന്ന ആള് ഇതെന്താ സംഭവം എന്നുള്ളൊരു ഇതിലേക്ക് വരും. തിരക്ക് കാരണം കുറച്ച് ആൾക്കാർ പോവാറുണ്ട്. അതായത് വന്ന് അവർക്ക് സിസ്റ്റം ഒന്നും തിരിയില്ല. അതായത് നമ്മള് ഭക്ഷണം വിളമ്പുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഒരു സദ്യ എന്ന രീതിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്, ഒരുമിച്ച്. നമ്മുടെ ഹോട്ടലിൽ ഇങ്ങനെ ഇത് കൈപോൻസില് ഒരു വിളി
അത് ഭയങ്കര കുറവാണ്. അത് വേണം ഇത് വേണം എന്നുള്ള, അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നുള്ള പരാതി തീരെ ഉണ്ടാവില്ല. അത് സിസ്റ്റമാറ്റിക് ഓർഡറിൽ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാം കിട്ടും. അതായത് നമ്മള് പിന്നീടും ചോറ് വേണമെന്ന് ചോദിച്ചാൽ റൗണ്ട് പോകും, പിന്നീടും കറി വേണമെന്ന് ചോദിച്ചാൽ റൗണ്ട് പോകും, പിന്നീട് വെള്ളവും പോകും. സോ ആൽമോസ്റ്റ് എവറിത്തിങ് എല്ലാം കവറായിട്ടാണ് എവറി കസ്റ്റമറും പോകുന്നത്. വളരെ ഇപ്പൊ ചുരുക്കം ചില ആൾക്കാരാണെങ്കിൽ വിളിച്ചിട്ട് വിളിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ ടൈം എന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു 12:30 മുന്നേ ഒക്കെ ആണെങ്കിൽ നോക്കിക്കാം, ആ ടൈമിൽ ഫ്രീ ആയിട്ട് ഒന്ന് കഴിക്കാൻ പറ്റും. ഇത്രയും റഷുള്ള ഹോട്ടലിൽ എത്ര ജോലിക്കാരാണുള്ളത്? പണ്ട് മുതലേ ഉള്ളവരാണോ അല്ലെങ്കിൽ പുതുതായിട്ട് വന്നവരാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങൾ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലെ ആൾക്കാരും ഉണ്ട്, പഴയതും ഉണ്ട് പുതിയതും ഉണ്ട്. പഴയ മുന്നേയുള്ള ആൾക്കാരാണ് 40 വർഷം 45 years ഒക്കെ കഴിഞ്ഞ ഒരാളുണ്ട്, വത്സേട്ടൻ എന്ന് പറഞ്ഞ. പിന്നെ ഒരു ശ്യാമളേച്ചി, ശൈലേച്ചി, പ്രിയേശേട്ടൻ. അതായത് എന്റെ അച്ചാച്ചന്റെ കൂടെ വർക്ക് ചെയ്തു, പിന്നെ എന്റെ അച്ഛന്റെ അനിയനും അച്ഛന്റെ അണ്ടറിൽ വർക്ക് ചെയ്തു, ഇപ്പോ എന്റെ കൂടെ നിൽക്കുന്നു. എന്നുവെച്ചാല് ഈ സ്റ്റാഫ് ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റാഫ് എന്റെ ലൈഫിൽ ഒരു മേജർ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നും അറിയാണ്ട് ആണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അതായത് എനിക്ക് സത്യം പറഞ്ഞാല് ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ ഒരു ചായ വെച്ച് കുടിക്കാൻ പോലും അറിയാത്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എല്ലാം അറിയാം. ഇപ്പൊ ആ ഹോട്ടൽ, മോഡേൺ ഹോട്ടൽ ഉണ്ടാക്കുന്ന ഇതിലേക്ക് വരുന്നു. അതായത് മോഡേൺ ഹോട്ടൽ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ഇപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ ആ ഒരു ചായ വെച്ച് കുടിക്കാൻ പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നതിന് ശേഷം നമ്മളിത് പഠിക്കേണ്ടത് വേണമല്ലോ. കാരണം ഇപ്പൊ അതെ കണ്ടും, അതായത് സ്റ്റാഫ് ഒരുപാട് മേജർ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അവരെ കൂടെ നിന്ന് അവരെന്നെ മനസ്സിലാക്കി, ഞാൻ അവരെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് നമ്മൾ ഒരുമിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയതാണ്. കാരണം അവർക്കും ഈ ഹോട്ടൽ ഇല്ലെങ്കിൽ അവർക്കും ഒരു ജീവിത മാർഗമല്ലേ. കാരണം ഏതാണ്ട് ഒരു 30-35 ആൾക്കാരുണ്ട് നമ്മുടെ സ്റ്റാഫ് എന്ന് വെച്ചാല്. അപ്പൊ ആ ടൈമില് അവർക്ക് ആ ജോലി ഒരുമിച്ച് പോവാന്ന് വെച്ചാൽ അവർക്കും വലിയൊരു പ്രതിസന്ധി അല്ലേ. അവരും എന്നെ ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ അവരെ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. ഞാൻ ഓരോന്ന് പഠിക്കാൻ തുടങ്ങി. അതായത് ഫ്രം ദ ബോട്ടം പഠിക്കണം, ഒന്നും അറിയില്ല, ചായ വെച്ച് തുടങ്ങണം. കറക്റ്റാണ്. അപ്പോ അതിൽ നിന്ന് വന്ന് തുടങ്ങി. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. വൈകുന്നേരത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ തന്നെയാണ് ഓരോന്ന് ട്രൈ ചെയ്യുക. നമ്മൾ തന്നെ ട്രൈ ചെയ്ത് അത് വേണ്ട ആളെ നോക്കിയിട്ട് നമ്മളത് ഏലാക്കിയിട്ട് വരും. ഏതാണോ ആർക്ക് ശീലം ഉണ്ടാവുക, ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നിയാൽ അവരെ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കാക്കകളെയും പക്ഷികളെയും ഒക്കെ കൂട്ടുന്ന ഒരു ശീലം ഉണ്ടെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഐതിഹ്യം എന്താ? ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ 12 മണിക്കാണ് ഊണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന് മുന്നേ കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് കൊടുക്കും. ആ ടൈം ആകുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ 12:30 നമ്മൾ പുറത്തെല്ലാം നിൽക്കുമ്പോ കുറച്ച് കിളികളും കാക്കയൊക്കെ വന്നിട്ട് അതിങ്ങനെ കൊത്തിയെടുക്കുന്ന കാണാറുണ്ട്. ഐതിഹ്യം ഒന്നുമില്ല, അത് നമ്മൾ പൂർവികരെ ഒന്ന് സ്മരിച്ച് അതിലേക്ക് കൊടുക്കാനുള്ളതാണ്. അവരുടെ ഒരു ഹാർഡ് വർക്ക് കാരണമാണല്ലോ നമ്മളിപ്പോ ഈ ഒരു നിലയിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഡെയിലി അത് റിമെമ്പറൻസ് ആണ്. ഞാനാണ് ചെയ്യാറ്. അത് ആരാണ് ചോറ് വിളമ്പാറ് അവർ ചെയ്യും. അടുക്ക അച്ഛൻ്റെ അനിയൻ എല്ലാവരും ചെയ്യും. അത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിലുള്ള ഫസ്റ്റ് റൗണ്ട് ഞാൻ തന്നെയാണ് ഊണ് വിളമ്പുക. അത് പണ്ടേ ഉള്ളൊരു ശീലമാണ്. അത് എപ്പോഴും ഒരു ദിവസം അങ്ങനെ തുടങ്ങിയതാ. എന്തോ ഒരു 2 years, ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. 3 വർഷം മുന്നേ അങ്ങനെ എന്തോ എനിക്ക് തോന്നി ഒന്ന് സ്റ്റാർട്ടിങ് വിളമ്പാന്നുള്ളത്. പിന്നെ അതൊരു റൊട്ടീനായി മാറി. അപ്പൊ ഇപ്പൊ അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് വിട്ട് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? റിഗ്രറ്റ് എന്ന് പറയുന്നില്ല, കാരണം അത് വേറൊരു ഫീൽഡാണ്, ഇത് കംപ്ലീറ്റ്ലി. ചെറിയ ഏജിൽ ഇതിലേക്ക് വന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഒരു ഫീൽഡിലേക്ക് ഇല്ല, ഈ ഒരു ടൈമിൽ ഈ ഒരു ഏജിലുള്ള ആൾക്കാരൊക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു ടൈമിലല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് 24 വയസ്സിലായിരിക്കുമല്ലോ വന്നിട്ടുണ്ട്. അതെ 24 ആണ്. ഇല്ല, റിഗ്രറ്റ് എന്ന് പറയാവുന്നില്ല. കാരണം വെച്ചാല് അത് വേറെ ലൈഫ്, ഇത് വേറെ ലൈഫ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഓപ്ഷൻ ആദ്യം നമ്മള് സർവൈവലിൽ തുടങ്ങിയിട്ട് പിന്നെ അതിന് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതായത് ഇത് മെല്ലെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം പോയി പിന്നെ ഭയങ്കര അറ്റാച്ച്മെന്റ്, എന്തോ സംതിങ് കീപ്സ് പുള്ളിങ് മീ, അങ്ങോട്ടേക്ക് എന്തോ വലിച്ച് കൊണ്ടുപോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു.
എനിക്ക് എല്ലാ ദിവസവും അവിടെ പോയിട്ടില്ലെങ്കിൽ ശരിക്കൊരു ഇത് കിട്ടൂല. അപ്പൊ അങ്ങനെയാണ്. അതായത് സംതിങ് കീപ്സ് മീ പുള്ളിങ് ബാക്ക് ദർ. എന്ത് പനി ആയിക്കോട്ടെ, ജലദോഷം ആയിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, അവിടെ പോയിട്ടില്ലെങ്കിൽ ഒരു മനസ്സ് അവിടെ നിൽക്കൂല. ആ ഒരു കൈൻഡ് ഓഫ് മെന്റാലിറ്റിയാണ്. സോ റിഗ്രറ്റ് ഒന്നും അവിടെ ഒന്നുമില്ല, നോ റിഗ്രറ്റ്സ്. ഞാൻ എന്റെ അടുത്ത തീരുമാനത്തിൽ വളരെ ഹാപ്പിയാണ്. എന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കുറച്ച് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര, നമ്മൾ കുറച്ച് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അവരൊക്കെ പറഞ്ഞടാ, ഈ ഒരു ലൈഫ് വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ ഫുൾ പ്രശ്നമല്ലേ, എങ്ങനെയാ, അതായത് നമുക്കൊരു പ്രോജക്റ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂര്. അപ്പൊ അതൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് പോകുമ്പോ എങ്ങനെയാ, നിനക്ക് അറിയാത്ത ഫീൽഡല്ലേ, പിന്നെ വെറുതെ ഇയേഴ്സ് നമുക്ക് എഞ്ചിനീയറിംഗ് ലൈഫിലൊരു പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് ഇയേഴ്സ് പോകുന്നതനുസരിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ലാക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് വരും, നമ്മളെ ബാച്ചിനെക്കാളും താഴേക്ക് വരും. സോ നീ അഥവാ ഇത് നടന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും കയറി വരുമ്പോ നീ ബാക്കോട്ടല്ലേ കയറുക, അങ്ങനത്തെ പ്രശ്നം അവർ പറഞ്ഞായിരുന്നു. ബട്ട് ദൈവം സഹായിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതായത് എന്തോ ഒരു ആ അച്ചാച്ചന്റെയോ ബാപ്പിന്റെ ഒക്കെ അനുഗ്രഹം. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുമ്പോ, നമ്മള് ബിസിനസ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ന്യൂമറസ് ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പൊ വെച്ചാൽ അതല്ല, ചിലരൊക്കെ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കി പോകും, എന്താ ചെയ്യാ. അപ്പൊ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ആ വന്നപ്പോഴൊക്കെ ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് എന്തല്ലോ എനിക്ക് തോന്നും, ഇത് ഞാൻ എടുത്ത തീരുമാനങ്ങൾ എനിക്ക് തോന്നാറുണ്ട് എന്റേതല്ല. ബിക്കോസ് ആരോ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ അതൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് വരികയും ചെയ്യും. എടുത്ത തീരുമാനങ്ങള് നല്ല റൺ ചെയ്ത് അങ്ങനെ പോകുന്ന കാണുമ്പോ അപ്പൊ വിചാരിക്കും ഓക്കെ, ഇത് തോന്നിപ്പിച്ചതാന്നൊക്കെ ഒരു ഫീലിംഗ് അല്ലേ. അതാണ് അവരുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, റൺ ചെയ്യാൻ പറ്റുന്നത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഇനിയും ഒരുപാട് കാലം കുറെ ജനങ്ങളെ സന്തോഷിപ്പിച്ചു, നല്ല രുചിയും അതേപോലെ ഗുണമേന്മയുള്ള ഭക്ഷണം നൽകിയും മോഡേൺ ഹോട്ടൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ടോക്ക് വിത്ത് ഗ്രാമിക ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ.